ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു മൗലവി അയാള് മുജാഹിദിന്റെ പരിപാടിയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. അതിലെന്താ പറഞ്ഞത്? ഗൈനക്കിനെ കണ്ടാ ശിർക്കാണ്. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കുകയാണല്ലോ, അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ചാൽ മതി. ഗൈനക്കിനെ കണ്ടാൽ ശിർക്കാണ്, അങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയൂല. സുന്നത്തി ജമാഅത്ത് വമാബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എല്ലാം അല്ലാഹുവിൽ നിന്നാണ് വിശ്വസിക്കുന്നത്. വൽ ഖദരി ഖൈരിഹി വശരി മിനല്ലാഹ്. പക്ഷേ അല്ലാഹു തആല ഇവിടെ ഖൈറിന് നിമിത്തം വെച്ചിട്ടുണ്ട്, ശർറിനും നിമിത്തം വെച്ചിട്ടുണ്ട്. ഖൈറിന്റെ നിമിത്തമാണ് മരുന്ന്, ഖൈറിന്റെ നിമിത്തമാണ് ഡോക്ടർ, ഷർറിന്റെ നിമിത്തമാണ് വിഷം, ഷർറിന്റെ നിമിത്തമാണ് വൈറസ്. അതേ, കൊറോണ വൈറസ് ഷർറിന്റെ നിമിത്തമാണ്. അമ്പിയാക്കളും മലക്കുകളും ഔലിയാക്കളും ഒക്കെ നന്മയുടെ നിമിത്തമാണ്. ഇബ്ലീസും കൂട്ടരുമൊക്കെ തിന്മയുടെ നിമിത്തമാണ്. നിമിത്തം പലവിധമുണ്ട്. നന്മയുടെ നിമിത്തമുണ്ട്, തിന്മയുടെ നിമിത്തമുണ്ട്. തിന്മയുടെ നിമിത്തവുമായി ബന്ധപ്പെടുന്നത് അപകടമാണ്. വിഷം കുടിച്ചാൽ അപകടമാണ്, സിഹ്ർ ചെയ്താൽ അപകടമാണ്, അതേപോലെ ലഹരി ഉപയോഗിച്ചാൽ അപകടമാണ്. അതേ, കള്ളുടിച്ചാലും ചിലപ്പം ദാഹം മാറും, പക്ഷേ അത് വലിയ അപകടമാണ്. അങ്ങനെ തിന്മയുടെ നിമിത്തമുണ്ട്, നന്മയുടെ നിമിത്തമുണ്ട്. നന്മയുടെ നിമിത്തങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവരാണ് അമ്പിയാക്കളും ഔലിയാക്കളും മലക്കുകളും. ആ അമ്പിയാക്കളും മലക്കുകളും അല്ലാഹു തആല മനുഷ്യന്റെ നന്മക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചവരാണ്. അല്ലാഹു നിശ്ചയിച്ച നിമിത്തങ്ങളെ അംഗീകരിക്കണം. അലൈക്കും ബിസ്സിഫാഇനി അൽ അസൽ വൽ ഖുർആൻ. നിങ്ങൾ ഖുർആൻ കൊണ്ട് രോഗശമനം തേടണം. അതേ, ഖുർആൻ ഓതി മന്ത്രിക്കുക, ഖുർആൻ എഴുതി കുടിക്കുക, ഒക്കെ ഖുർആൻ കൊണ്ട് രോഗശമനം തേടുകയാണ്. അല്ലാഹ് പറഞ്ഞതാണ് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശ്വസിക്കുന്നവർക്ക് കാരുണ്യവും രോഗശമനവും ഉണ്ട് ഖുർആനിലെന്ന് അല്ലാഹ് പറയാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം അംഗീകരിക്കണം. സുബ്ഹാനല്ലാഹ്. അതേ, മന്ത്രം വേണ്ടാന്ന് പറയരുത്. അതേ, നബി തങ്ങൾ പറയാണ് തേന് നിങ്ങൾക്ക് രോഗശമനത്തിന് നല്ലതാണ്. അതേ, നബി തങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ രോഗമായാൽ ചികിത്സ നടത്തണം. ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. അതുകൊണ്ട് ആ മരുന്ന് കുടിക്കുമ്പോൾ കഴിക്കുമ്പോൾ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം അവന്റെ ഉദ്ദേശപ്രകാരം രോഗം മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൈനക്കിനെ കണ്ടാ ശിർക്കാണ് എന്ന് പറയാൻ പാടില്ല, ഡോക്ടറെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല, അതുപോലെ ഗർഭിണിയെ ആശുപത്രി കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഓ സുഹൃത്തുക്കളെ, അതൊക്കെ പിഴച്ച വാദങ്ങളാണ്. എനിക്ക് 7 മക്കളുണ്ട്, 7ഉം പ്രസവിച്ച് ആശുപത്രിയിൽ നിന്നാണ്. ഇപ്പൊ എനിക്ക് കുറെ പേരമക്കളുണ്ട്, അതൊക്കെ പ്രസവിച്ച് ആശുപത്രിയിൽ നിന്നാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറഞ്ഞു ആശുപത്രി പോണ്ട. അതേ സമയത്ത് ഖുർആനിന്റെ ആയത്തുകൾ എഴുതി കുടിക്കലും എഴുതി കൊടുക്കലുമൊക്കെ ഉണ്ട്. 2 മാർഗങ്ങളും 2 മാധ്യമങ്ങളും 2 നിമിത്തങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅ. സുന്നത്ത് ജമാഅത്തിനെ ആരും തെറ്റിദ്ധരിപ്പിക്കണ്ട. നമ്മളെ സുന്നികൾ നടത്തി വരുന്ന ആചാരങ്ങൾ സഹാബികളിൽ നിന്ന് പഠിച്ചതാ. 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുത്തു. ഇപ്പോഴും നമ്മൾ മരിച്ചവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ഷാഫി ഇമാമിന്റെ മയ്യത്തിന്റെ സമീപത്തിരുന്ന് ശിഷ്യന്മാര് ഖുർആൻ ഓതി. ഷാഫി ഇമാം തന്നെ പറഞ്ഞു, നിങ്ങൾ ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതണം. അങ്ങനെ നമ്മളെ ഇമാമികളും സഹാബികളും പഠിപ്പിച്ച ആശയമാണ് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. അത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് ജീവിച്ച് മരിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.